ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ കൊച്ചംകുളങ്ങര ദേവീക്ഷേത്രത്തിലോട്ട് പോവാണ് ചമയ വിളക്ക് കാണാനായിട്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഈ ഒരു നേർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിൽ ഈ ഒരു നേർച്ച അല്ലെങ്കിൽ ഈ ഒരു ചമയ വിളക്ക് പരിപാടി കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. ഞങ്ങളുടെ ഫ്രണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് മേക്കപ്പ് ഒക്കെ സെറ്റ് ആയിട്ട് ചെയ്ത് റെഡി ആയിട്ടാണ് നിൽക്കുമായിരുന്നു. അഞ്ജലി ചേച്ചിയാണ് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. ചേച്ചി ബ്യൂട്ടീഷ്യൻ ആണ്. അപ്പൊ അവിടെ ആയിരുന്നു മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. ഇവർ കുറച്ച് ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ കുറച്ച് ഷൂട്ടിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സത്യത്തിൽ എനിക്ക് കണ്ടിട്ട് എനിക്കൊരു ഇതായിരുന്നു, കറക്റ്റ് ഒരു പെണ്ണിനെ പോലെ ഞാൻ കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അത്രയും രസമായിരുന്നു കാണാൻ. മേക്കപ്പ് ഒക്കെ അത്രയും അടിപൊളിയായിരുന്നു. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. കാരണം ഇന്ന് അമ്പലത്തിലെ തീർച്ചയും കൂടി ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു. അത് പറഞ്ഞതുപോലെ തന്നെ നല്ല ബ്ലോക്കായിരുന്നു അമ്പലത്തിന്റെ അടുത്ത്. ഈ കുറെ നേരം ബ്ലോക്കിൽ കിടക്കേണ്ടി വന്നു. നല്ല റഷായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പാർക്കിംഗ് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അമ്പലത്തിൽ നിന്ന് കുറേ പോയിട്ടാണ് പാർക്കിംഗ് ഒക്കെ കിട്ടിയത്. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് അമ്പലത്തിലെത്തി. ഒരു പ്രത്യേക എന്നാൽ ഇത്രയും തിരക്കും കാര്യങ്ങളും ഒക്കെയാണ്, എന്നാൽ കൂടി ആ അമ്പലത്തിന് ഭയങ്കര ഒരു ചൈതന്യമാണ്. അത് ഇങ്ങനെ പുരുഷന്മാര് വിളക്കെടുക്കുന്ന കൊണ്ടാണോ, ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, പ്രത്യേക ഒരു ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആള് വിളക്കൊക്കെ എടുത്ത് വലമൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനെ കുറെ പേര്. ഇത് അവിടുത്തെ അമ്പലത്തിന്റെ കുളമാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ കുറെ പേര് ഇങ്ങനെ താഴെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ടേ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. എന്നാൽ കൂടി നല്ല രസമാണ് അമ്പലത്തിന്റെ അന്തരീക്ഷം കാണാനായിട്ട്. അടിപൊളിയായിരുന്നു. പല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് വിളക്കെടുക്കുന്നവരാണ്. കാരണം നമ്മൾ അങ്ങനെ കാണാത്ത ടൈപ്പ് ഫാഷനിലൊക്കെ ഒരുങ്ങി വന്നിട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് കമ്മൽ വാങ്ങിക്കാനാണ്. കാരണം ഒരു ഉത്സവ സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു കമ്മലെങ്കിലും എടുക്കാതെ വന്നാൽ അത് മോശമാണ്. കമ്മലെടുക്കാത്തൊരു പരിപാടിയില്ല. അങ്ങനെ കമ്മലൊക്കെ എടുത്ത് കുറെ നേരം അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇറങ്ങിയത് അമ്പലത്തിൽ. പിന്നെ ഞങ്ങൾ തിരിച്ച് വീടെത്താറായപ്പോൾ തന്നെ ഏകദേശം 2 മണിയൊക്കെ ആവാറ്. ഈ ഒരു പാലം കയറുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അത് എവിടെ പോയിട്ട് വന്നാലും കാരണം വീടെത്തി എന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഗൈസ്.